അതേപോലെ ബിഗ് ബോസ് കണ്ടോ? കണ്ടു. ഇപ്പൊ ഒരു സുഖമില്ലേ, വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലേ. ഒരാഴ്ച മുമ്പ് എന്ത് രസമായിരുന്നു, നല്ല വഴക്കും അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഒരു ഫീൽ ഗുഡ് പടം പോലെ. അല്ല, ഈ വഴക്കാണ് ബിഗ് ബോസ് കാണുന്നത്. അത് നിന്റെ വീട്ടിൽ നല്ല ലൈവായിട്ട് കണ്ടോടെ? എടാ, നമ്മൾ മലയാളികളല്ലേ, നമ്മളെവിടെയും ഒരു തല്ലും വഴക്കൊക്കെ കാണുകയാണെങ്കിൽ അത് കണ്ട് അതൊന്ന് ആസ്വദിച്ച് അതൊക്കെ ഒരു രസല്ലേ, ഒരു ഹരല്ലേ. പിന്നെ ഹരം അല്ല, ബിഗ് ബോസിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം അത് പറ. അതല്ലടാ, ഇപ്പൊ അണ്ണനും ഉഷാറല്ല. അണ്ണനും ഉഷാറാവാത്തോണ്ട് ഈ ഷോ തന്നെ ഒരു ഉഷാറില്ല. അല്ല, ഏതീ മുണ്ണൻ ഇതേ ഒരുമാതിരി കോപ്പിൽ വർത്തനം പറയില്ല കേട്ടോ. മൂപ്പരല്ലാണ്ട് ഈ ഷോ വരെ നടന്നു പോകുന്നത് അറിയോ? അനിലേട്ടൻ. അപ്പൊ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എന്തൊരു കോപ്പിലിടപാട് ആള് ഈ ഷോയില് കാണിക്കണേ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അതിന് നിനക്കെന്താ? നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയ പോരെ? അതിന് എനിക്കുമ്പോഴല്ലേ നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ മുണ്ണേ. എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കണേ? എന്തിനാ നിങ്ങൾ തല്ലുണ്ടാക്കണേ? ഇരിക്കണേ. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേ? അല്ലേലും ഞാൻ മീഡിയേറ്റർ ആയി വരുമ്പോ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ആവാറുണ്ട്. അല്ലടാ, ഏത് കണാപ്പിന്റെ കാര്യം വേണ്ട നിങ്ങൾ ഈ തല്ലൂടിയിരുന്നത്? കൊണാപ്പനാ? ആരാ കൊണാപ്പൻ? നീ അയാളാക്കലും വലിയ പുള്ളിയാണല്ലോ. നിനക്കും പോയിക്കോടോ ബിഗ് ബോസിലേക്ക്.